ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാനും ചേച്ചിമാരും എൻ്റെ മോളും കൂടിയും കഴിഞ്ഞ മാസം മെയ് മാസത്തിൽ ഞങ്ങൾ അർദ്ധനാരീശ്വര ക്ഷേത്രം അരക്കുപറമ്പിലുള്ള പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ വളരെ പ്രത്യേകതയുള്ള ഒരു അമ്പലം തന്നെയാണ്. വെള്ളത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ അമ്പലം. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് പോയി തൊഴുകണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം കേട്ടോ. ഇതുവരെ വന്നിട്ടില്ല. മലപ്പുറം ജില്ലയ്ക്ക് അടുത്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും, ഉള്ളിൽ തന്നെയാണ് എന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് ആ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇവിടെ വന്നതും ഇങ്ങനെ തൊഴുകണം എന്ന് ആഗ്രഹം ഉണ്ടായതും എല്ലാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് പോന്നു. ഒരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. പിന്നെ അന്ന് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു, അന്നദാനം, അതായത് ഇഡ്ഡലി സാമ്പാർ അങ്ങനെ അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ കുറച്ച് ഉള്ളിലേക്ക് നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലം, നല്ല ഭംഗിയാണ്. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഭക്തിസാന്ദ്രം എന്ന് തന്നെ പറയാം. അർദ്ധനാരീശ്വരനാണ് ഇവിടുത്തെ വിഗ്രഹം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ ആണ് ഈ വിഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കാണാനൊന്നും കഴിയില്ല ഇവിടെ വിഗ്രഹം. ശിവരാത്രിയുടെ അന്നാണത്രേ ഈ വെള്ളം മുഴുവനും എല്ലാം വറ്റിക്കും. എന്നിട്ട് നമുക്ക് അന്ന് തൊഴുകാൻ മാത്രമേ സാധിക്കൂ. പക്ഷേ അന്നത്തെ ദിവസം അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ അത് നടക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിഗ്രഹമൊന്നും ഉള്ളിൽ കാണാൻ പറ്റില്ല. പക്ഷേ അവിടെ പ്രത്യേകമായിട്ട് പൂജകളൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ വഴിപാടുകളെല്ലാം കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ പ്രത്യേകതയോടുകൂടി തന്നെ നമ്മളെ മുന്നിൽ നിർത്തിയിട്ട് അവർ പ്രത്യേകമായിട്ട് പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു പ്രത്യേകമായിട്ട് തന്നെ തോന്നി. അമ്പലത്തിൻ്റെ ഉള്ളിലും എല്ലാം വെള്ളമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഉള്ളിലൊക്കെ പോയി തൊഴുതു. പിന്നെ ഇതാ കണ്ടില്ലേ, ഇത് പുറത്തുള്ള ഭാഗം. ഉള്ളിൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, പുറത്തുള്ള ഭാഗം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഉള്ളിലും, വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമാണ് ഫീൽ ചെയ്തത്. ഏഴര പൊന്നാന പുറത്തെഴുന്നെള്ളും ഏറ്റുമാനൂരപ്പ, തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. കളഭമുഴുക്കാപ്പു ചാർത്തിയ തിരുമേനി കണി കാണാൻ വരും നേരം,
കാലത്ത് കണി കാണാൻ വരും നേരം തരുമോ തൊഴുകൈ കുമ്പിളിലെനിക്കു നിൻ തിരുമുടിപ്പുഴയിലെ തീർത്ഥജലം. നമ ശിവായ നമ ശിവായ നമ ശിവായ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.